എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ പരിശുദ്ധ നാമം. അപ്പോൾ ഇതിന്റെ ഉപദേശം മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ടവർ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. ഇത് ഞാനിപ്പോ ഉണ്ടാക്കിയ ഉപദേശമോ പെന്തിക്കോസുകാരുണ്ടാക്കിയ ഉപദേശമോ ഒന്നുമല്ല. ഇത് ദൈവം നേരത്തെ വെച്ചിരിക്കുന്ന ഉപദേശമാണ്. അപ്പൊ ഇന്നാൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ പെന്തിക്കോസുകാർ അടുത്ത കാലത്തല്ലേ മുക്കാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, ഞങ്ങള് അടുത്ത കാലത്ത് ആ മുക്കുന്നെങ്കിലും മുങ്ങല് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ 8 പേര് ആദ്യം സ്നാനപ്പെട്ടത്. ആ പെട്ടകത്തിൽ അല്പജന 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിനൊരു ഉണ്ട്. അപ്പൊ അന്ന് മുതലേ സ്നാനം ഉള്ളതാണ്. പിന്നെ ഞങ്ങള് അടുത്ത സമയത്ത് ഒത്തിരി പേര് സ്നാനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് പമ്പയാറ്റി പോയി സോപ്പിട്ട് കുളിച്ചാൽ മതി. ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. അത് ദൈവം വെച്ച വ്യവസ്ഥയാ. ഇത് പോരാഞ്ഞിട്ട് കർത്താവ് മാതൃക കാണിച്ചെന്നത്. ഇതാണ് എന്റെ ഉപദേശം. 3, അഭിഷേകം പ്രാപിക്കണം. ഇതാരുടെ അഭിഷേകം? ആരുടെ സ്വന്തമല്ല. ഒരു വട്ട് പിടിച്ച് ഒരു ഉപദേശിയുടെ എന്നു പറഞ്ഞ് ഇതെല്ലാം കള്ളത്തരമാണ്, അവന് ഭ്രാന്ത. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് ഒരു സഭക്കാരുടെയും കുത്തകയല്ല. ഇത് പാസ്റ്റർമാർ കൊടുക്കുന്നതല്ല, സെക്ഷൻ പാസ്റ്റർ കൊടുക്കുന്നതല്ല, പ്രസിഡന്റ് കൊടുക്കുന്നതല്ല, ഒരു കുടുംബക്കാര് കൊടുക്കുന്നതല്ല, കുടുംബ സ്വത്തല്ല. ഇതാരുടെയും സ്വത്തല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ നദികളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി കൊണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകത്തില്ലെന്ന്. അപ്പോൾ ഇത് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാ, ദൈവ പ്രമാണമായത്. അഭിഷേകം പ്രാപിക്കണം. പോരാ, വേർപാട് പാലിക്കണം. ലോകത്തിന്റെ മാലിന്യങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോകത്തിന്റെ നാടിമോടുകൾ ഇതൊന്നും ദൈവമക്കൾക്ക് യോഗ്യമല്ല. വേർപാട് പാലിച്ച് കർക്കശമായ ഉപദേശത്തിൽ, അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. തിരുമേശ എടുക്കണം, പ്രാർത്ഥന കഴിക്കണം, കൂട്ടായ്മ കഴിക്കണം. അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കാനാ യേശു വീണ്ടും വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അവൻ കർക്കശമായ ഉപദേശങ്ങൾ പൗലോസ് പറയാ, ഇതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വഴിപ്പെട്ടു പോകരുത്, അവന് ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ കർക്കശമായി ശാസിച്ച് തർജ്ജനം ചെയ്ത് ഉപദേശം സ്ഥാപിക്കുക. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. എന്നാൽ കൊരിന്ത് ലേഖനം എഴുതിയത് ജീവിത പിശക് കണ്ട് എഴുതിയ ലേഖനമാണ്. ജീവിതത്തിൽ ആമേ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും യോജിക്കാത്ത വിധത്തിൽ ആമേ പാപ വഴികളിൽ കൂടി നടന്ന് ദുർമാർഗ ജീവികളായി നടക്കുന്നവരെ ശരിയായ ജീവിത പാതയിലേക്ക് കൊണ്ടുവരുവാൻ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ശാസിച്ച് തർജ്ജനം ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത് ശരിയായ വഴികൾ കൊണ്ടുവന്ന് അവരെ നിർത്തുവാൻ എഴുതിയ ലേഖനമാണ് കൊരിന്ത് ലേഖനം. അത് ജീവിത പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് എബ്രായ ലേഖനമാണ്. ഇത് വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ ശരിയായ വിശ്വാസത്തിൽ നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ദൈവത്തിന്റെ മഹത്വം. ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ മഹത്വം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ചിലരോട് ചോദിക്കാറുണ്ട്, എന്തുവാ വിശ്വാസം? വിശ്വാസം എന്നാ? ദൈവത്തിൽ വിശ്വാസം. അത് നല്ല കാര്യം, അങ്ങനെ വേണം. എന്തുവാ നമ്മുടെ വിശ്വാസം? നമ്മുടെ പണ്ടൊരാൾ ചോദിച്ചു, അച്ഛൻ ഏത് സഭയിലാന്ന് ചോദിച്ചു. അത് ഇന്ന സഭയല്ല. എന്തുവാ നിങ്ങളുടെ സഭയുടെ വിശ്വാസം? പുള്ളി പറഞ്ഞു, എന്റെ വിശ്വാസം ആ സഭയുടെ വിശ്വാസം. അപ്പൊ ചോദിച്ചു, സഭയുടെ വിശ്വാസം എന്ന്? സഭയുടെ വിശ്വാസം തന്നെ എന്റെ വിശ്വാസം. പിന്നെ ചോദിച്ചു, അച്ഛൻ എന്റെ വിശ്വാസം? എന്റെ വിശ്വാസമായി സഭയുടെ വിശ്വാസം. സഭയുടെ വിശ്വാസം സഭയുടെ വിശ്വാസം തന്നെ എന്റെ വിശ്വാസം. അപ്പൊ ചോദിച്ചു, സഭയുടെ അച്ഛൻ്റെ വിശ്വാസം അല്ല, ഞങ്ങൾ രണ്ടുപേരുടെ വിശ്വാസം ഒന്നാണ്. ഇങ്ങനെ പോകുന്നതാണ്. എവിടെ പോകുന്നു? എവിടെ പോകും? ആകോ ഇവൻ തന്നെ ഇത്ര താഴെ തണക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കൊടുത്തേക്ക് ഇവിടെ വന്നു. അപ്പോൾ എന്താണ് വിശ്വാസം? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഈ ചിലര് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് വിശ്വസിച്ചാലും ദൈവം തരുമെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊന്നും ദൈവം തരികയല്ല.
പുതിയ ഉപദേശക്കാരും പുതിയ ആൾക്കാരൊക്കെ അങ്ങനെ പറയാം, നമ്മൾ എന്ത് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാൽ മതി, പുള്ളി അങ്ങനെയൊന്നും തരത്തില്ല. അങ്ങനെ വേറെ പുസ്തകത്തിൽ പ്രമാണമില്ല. പുതിയ ഉപദേശക്കാര് സാധുക്കളാകുന്ന ദൈവമക്കളെയൊക്കെ പ്രിയപ്പെട്ടവരെയൊക്കെ തെറ്റിക്കും. സഹോദരി സഹോദര, നീ കണ്ണടച്ച് വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ച് എന്ത് ചോദിച്ചാലും അങ്ങനൊന്നും തരികയില്ല. തരുന്നത് എന്താന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി തരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അബ്രഹാമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അബ്രഹാം എന്തുവാ ദൈവത്തിൽ വിശ്വസിച്ചത്? അപ്പൊ അബ്രഹാം വിശ്വസിച്ചത്, ഇറങ്ങിയപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്ക് തലമുറയെ തരും. അത് അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവം നീതിയായിട്ട് കണക്കിട്ടു. എന്തുവാ വിശ്വസിക്കേണ്ടത്? ദൈവം പറഞ്ഞ കാര്യമാണ് വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിച്ച് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ ഈ രണ്ട് കസാര നിങ്ങൾ ഈ ഫ്രണ്ടില് ഇവിടെ ഇവിടെ അവിടെ ഇരുന്നു. നീ പോയി എന്റെ പുറകിൽ പ്രധാനം പറയരുത് രണ്ടുപേരും കേട്ടോ. രണ്ടുപേരും വെള്ളം കുടിച്ചോ. നീ വർത്താനം ഒന്നും പറയരുത്, അവിടെ അടങ്ങിയിരിക്കണം. എന്തോ പൊറോട്ട കഴിച്ചോ, പിന്നെ ചപ്പാത്തി. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിൽ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്ന എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ ദൈവം തരും. ഞാൻ ആ ഭാഗത്തേക്ക് സമയമുണ്ടെങ്കിൽ പിന്നെ വരാം. ദൈവത്തിന്റെ മഹത്വം, ദൈവം നമ്മോട് പറയുന്ന കാര്യം വിശ്വസിക്കണം, അത് ചോദിക്കണം, അത് ദൈവം തരും. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അത് വിശ്വസിക്കണം. അത് ദൈവത്തോട് ചോദിക്കുമ്പോൾ രോഗശാന്തി ദൈവം തരും. ദൈവം വിശ്വസ്തനാണ്. രണ്ട്, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, ദൈവം പറഞ്ഞതാണ്. അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. സൂക്ഷം, ദൈവം നിന്നെ അനാഥനായിട്ട് വിടത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് വിശ്വസിച്ച് ദൈവത്തോട് ചോദിക്കണം. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം ദേശത്ത് നിന്നെ ഉയർത്തും എല്ലാ നിലയിലും, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ദൈവത്തോട് ചോദിക്കണം, അത് ദൈവം തന്നിരിക്കും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം പറഞ്ഞ കാര്യം വിശ്വസിച്ച് ചോദിക്കണം. അവന് വരുമ്പോൾ പറയുന്നത് വിശ്വസിച്ച് ചോദിച്ചാൽ അവസാനം നിരാശ വരും. ഇന്ന് ആത്മീക ലോകത്ത് വെച്ചുകൊണ്ട് ചെല്ല് പറയാനുണ്ട്, എന്നോട് ഇന്നയാൾ ഇന്നത് പറഞ്ഞു, പുള്ളി പറഞ്ഞു ഒന്നും ചോദിച്ചാൽ ദൈവം തരികയല്ല. മനസ്സിലാ? ഭാര്യാപര യോനാച്ചനോട് ഇന്നത്, യോനാച്ചൻ അങ്ങനത്തെ എല്ലാം പറഞ്ഞു, ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഇപ്പം പറയാനും ഒക്കത്തില്ല. സ്തോത്രം. കൂടുതൽ കുഞ്ഞുഞ്ഞനോട് പറഞ്ഞു, കുളക്കട കുഞ്ഞമ്മ, കുറ്റൂര് കുഞ്ഞമ്മ, അവരൊക്കെ അങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞു കാണാം. അവരിത് തന്നെയല്ലല്ലോ വേറെ എന്തെല്ലാം പറഞ്ഞു തന്നു. അതെല്ലാം നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? ഒത്തിരി ഉണ്ട്. ഗാനം ലീലാമ്മ, 14 തങ്കമ്മ, കറിയപുര അന്നമ്മ, ഇവരെല്ലാം മിന്നൽ ജോർജ് കുട്ടി, ML ജോർജ് കുട്ടി, അഞ്ചൽ ജോർജ് കുട്ടി, ഇവരെല്ലാം എന്നോട് ഒത്തിരി കാര്യം പറഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദൈവം നിന്നോട് എന്തോ പറഞ്ഞു. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞെങ്കിൽ നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് ദൈവത്തോട് ചോദിക്കണം. സൂക്ഷം ദൈവം നിറവേറ്റി തരും. അപ്പോൾ അതാ വിശ്വാസം. അതവിടെ നിൽക്കട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെഴുത്താണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഞാൻ ഓർപ്പിച്ചല്ലോ, വിശ്വാസത്തിൽ പിശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരിയായിട്ട് പറഞ്ഞെടുത്ത വാക്യത്തിലേക്ക് വരാം. എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നവരാണ്. യഹൂദ മതം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തും എല്ലാ കാലത്തും ശ്രേഷ്ഠമാണ്. കാരണം യഹൂദ ജാതിയെ കണ്ടാൽ അറിയാം, യഹൂദനെ കണ്ടാൽ അറിയാം. യഹൂദന്റെ സംസാരം, ശൈലി, നോട്ടം, അവന്റെ ഇടപാട്, ഇതെല്ലാം വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ ചിലരെ യഹൂദന്മാരാന്ന് പറയുന്നവരുണ്ട്, ഈ ഏരിയയിലൊക്കെ ഉണ്ട്. നിങ്ങൾ യഹൂദന്മാരാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞത് യഹൂദ രക്തമാണ് ഇത്. ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇനി പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യഹൂദനാന്ന് ഇതിൽ എന്നും തിരുവണ്ടൂർ വഴിയൊന്നും പറഞ്ഞു കിടക്കരുത്, യഹൂദനാന്ന്. അതിന് വാക്യം വായിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഇനി പറയുന്നില്ലെന്ന് പറഞ്ഞു. യഹൂദ അതുപോലെ പുള്ളിക്കും വേണ്ടി ഞങ്ങൾ യഹൂദന്മാരാണ്. വേണേ ആ വാക്യം ഒന്ന് വായിച്ചു.
തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനമല്ലേ, 2:15 റഫറൻസ് ഒക്കെ മറന്നു പോയി, എടുത്തെടുത്ത് വായിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെടുത്ത് മൈക്ക് കൊടുന്ന് വായിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15. യഹൂദർ കർത്താവായ യേശുവിനെയും യഹൂദരെ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല കക്ഷികളാ. യേശുവിനെ കൊന്നവന്മാരാകുമാര് ആരാ? അവിടെ ഞാൻ പറഞ്ഞു മേല് ഇതിലെ യഹൂദനാണെന്ന് പറഞ്ഞ് ചിങ്ങാനം വഴിയോ റാന്നി വഴിയോ കലിശ്ശേരി വഴിയൊന്നും മിണ്ടുന്നില്ല. ഇവിടെ ഞാൻ എഴുതിയതാണെന്ന് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചേ. അത് പുറകിലോട്ട് മേലിൽ ഈ വിഷയം പുള്ളി എന്നാലേ വാക്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെയാണ്. ഒന്നുകൂടെ വായിച്ച കേൾക്കട്ടെ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. കക്ഷികളാ, കൊന്നവന്മാരും. പിന്നെ ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ഞങ്ങളെന്ന് പറഞ്ഞാൽ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാർ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ സുവിശേഷ വേലക്കാരെ ഓടിക്കുന്നവന്മാരാ. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. എങ്ങനെയുണ്ട്? ഇവന്മാര് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാ. ഒരു സിംഹഭാഗവും ദൈവമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. സകല മനുഷ്യർക്കും വിരോധികളും. സകല മനുഷ്യർക്കും വിരോധികളും. ലോകത്തിന്റെ നടുഭാഗത്ത് അടക്കുന്ന 4 വശവും ശത്രുക്കളാണ്. ഇല്ലേ? 4 വശവും ശത്രുക്കളാണ്. എന്നും പ്രശ്നമാണ്. അവരെവിടെ നിന്ന് മുഴുത്ത കല്ലെടുത്ത് ഇങ്ങോട്ടെറിയും. പെണ്ണന്മാര് ബട്ടൺസ് ഞെക്കും. ബട്ടൺ ഞെക്കുമ്പോൾ തീർന്നു. അമ്മമാര് കാറ്റിൽ ഇങ്ങോട്ടെറിയുക. അമ്മമാര് മുഴുവൻ വിരോധികളാണ്. അമ്മമാരവിടെ നിന്ന് മുളവടി കറക്കും. ഇന്നലെമാരവിടെ നിന്ന് ഒരു സ്വിച്ച് പിടിച്ച് ഞെക്കും. ഇതൊക്കെയാ പരിപാടി. യഹൂദന്മാരുടെ കൊലപ്പടികളാണ് ഇവിടെ വായിച്ചത്. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും. ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാ. ഇതാണ് യഹൂദൻ. യേശുവിനെ കൊന്നവന്മാരാ. സ്തോത്രം. സകല മനുഷ്യർക്ക് ഇവന്മാര് വിരോധികളാണ്. സ്തോത്രം. സുവിശേഷ വേലക്കാരെ ഓടിച്ചു വിടുന്നവന്മാരാ. ജാതികൾ രക്ഷിക്കപ്പെടുന്ന ഇവന്മാർക്ക് ഇഷ്ടമല്ല. കാരണം ഇവന്മാര് മാത്രം ദൈവത്തെ വിളിക്കാനുള്ള വേറെ ആരും. ഇതുപോലത്തെ ടൈപ്പ് ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ഇപ്പൊ സഭയിലാണെങ്കിലും നമ്മുടെ മാത്രം മതി. ഇനി പുതുതായിട്ടാരും വരണ്ട. കാരണം പുതുതായിട്ട് വന്ന ഇവന്റെ കസേരയുടെ സ്ഥാനം പോകുമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ധാരാളമുണ്ട്. ധാരാളം ആൾക്കാർ. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിനും വേറെ 2 പേര് വന്നിട്ട് പവർ കൊടുത്ത എന്റെ സ്ഥാനം ആരും വരരുതെന്ന് ഉള്ളവർ മാത്രം, ഞങ്ങൾ മാത്രം മതി. തെല്ലുപെടത്തില്ല. അതിന് ഞങ്ങൾ ഇത്രയും പേര് മതി, ഇങ്ങോട്ട് ആരും വരണ്ട. അങ്ങനത്തെ ധാരാളം ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പൊ യഹൂദ മതത്തിൽ നിന്ന് അനേകര് നസ്രായ മാർഗത്തിലേക്ക് വന്നു. യേശുവിന്റെ പുറകെ വന്നു. പ്രാരംഭത്തിൽ വളരെ തീഷ്ണതയോടെ പ്രത്യാശയോടെ വളരെ ഉണ്മയോടെ കർത്താവിനെ സേവിച്ചവരായ പ്രായ ക്രിസ്ത്യാനികൾ. ഇവരുടെ തീഷ്ണതയുടെ തെളിവ ഒരിക്കലും ഇവര് പൗലോസിനോട് പറഞ്ഞു, കരിയുമെങ്കിൽ ഞങ്ങളുടെ കണ്ണ് പോലും ചൂന്നെടുത്ത് തരാമെന്ന്. പൗലോസിന് കണ്ണിനല്പം പ്രയാസം ഉണ്ടായിരുന്നവ കണ്ണ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പോലും തോന്നിയ രംഗങ്ങളുണ്ട്. അപ്പം എബ്രായ വിശ്വാസികൾ പറഞ്ഞ് പേടിക്കണ്ട, അഥവാ കണ്ണ് നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ കണ്ണ് പകരം തിരിച്ചു തരാന്ന് പറഞ്ഞു. ഇന്ന് കണ്ണ് കൊടുക്കുകയല്ല, കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ താല്പര്യമുള്ള ധാരാളം ആൾക്കാർ ഉണ്ട്. എന്നാൽ അവര് പറഞ്ഞു, പേടിക്കേണ്ട, അഥവാ കണ്ണ് നഷ്ടപ്പെട്ടാൽ പകരം ഞങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് തരാമെന്ന്. അത്രയ്ക്ക് തീഷ്ണതയാണ് ഇവരുടെ. തീഷ്ണതയുടെ വിശേഷതയാ 6-ാം അധ്യായത്തിൽ വായിക്കുന്നല്ലോ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം വളരെ വലുതാണ്. ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒക്കെ ആദരിക്കുവാനും ശുശ്രൂഷിക്കുവാൻ ഇവർക്ക് വലിയ താല്പര്യമാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അങ്ങനെ വളരെ തീഷ്ണതയോടെ ഉണ്മയോടെ ദൈവത്തെ സേവിച്ചവരാ ഈ എബ്രായ ക്രിസ്ത്യാനികൾ. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു തോന്നലുണ്ടായി, ഇവര് ഇതെല്ലാം വിട്ടേച്ചു വന്നത് അബദ്ധമാണെന്ന്. വിട്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 യെരുശലേം പള്ളി, 2 ആചാര അനുഷ്ഠാനങ്ങള്, ഉത്സവങ്ങള്, പെരുന്നാളുകള്, യാഗങ്ങൾ, ഇതെല്ലാം വിട്ടേച്ച യേശുവിന്റെ പുറകെ വന്നെ.
യേശുവിന്റെ അടുക്ക് വന്നപ്പോ ഇവിടെ ഉത്സവങ്ങളില്ല, പെരുന്നാളുകളില്ല, വെടിക്കെട്ടില്ല, കതിന ഇല്ല, ആമൻ സ്വത്ര യാതൊരു പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ കറണ്ട് വന്നേ. അപ്പൊ ഇവരെ ഒത്തിരി അനുഷ്ഠാനങ്ങളൊക്കെ ഇട്ടേച്ച യേശുവിന്റെ പുറകെ. യേശുവിന്റെ അടുക്ക് വന്നപ്പോ അനുഷ്ഠാനങ്ങളൊന്നുമില്ല, ആചാരങ്ങളൊന്നുമില്ല. ഇങ്ങനെ യോഗം നടക്കുന്നതല്ലാതെ വേറെ യാതൊരു ചടങ്ങുകളില്ല. അപ്പൊ ഇവർക്കൊരു ചിന്ത, ഈ വിട്ടതെല്ലാം അബദ്ധമായി ഒന്ന്. ഏതാ? യെരൂശലേം പള്ളി, തലയെടുപ്പോടെ നിൽക്കുന്ന വലിയ പള്ളി, അമ്പരചുംബിയായ പള്ളിയായ യെരൂശലേം പള്ളി, വലിയ പള്ളി വിട്ടേച്ച യേശുവിന്റെ പുറകെ വന്ന്. ഇവിടെ വന്നപ്പോ കിടക്കാൻ ഇടയില്ല, കടം കൊടുക്കാൻ കാശില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, സ്തോത്രം, യോഗം നടത്താൻ ഇടമില്ല. കർത്താവ് അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു നാളെ അടുത്ത ദിവസം പെസഹായ എവിടായോ നടത്തുന്ന എവിടാന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ നഗരത്തിൽ ചെല്ലണം, ഒരുത്തൻ ഒരു കൂട്ടം വെള്ളമായിട്ട് വരും, അവന്റെ പുറകെ ചെല്ലണം, അവനൊരു വലിയ വീട്ടിൽ കയറും, നിങ്ങളും ആ വീട്ടിൽ ചെല്ലണം. വീട്ടുകാരൻ കാര്യം ചോദിക്കുമ്പോഴാണ് കർത്താവിന് ഗുരുവിന് പെസഹ നടത്തുവാൻ ശാല എവിടെയെന്ന്. അപ്പൊ അതുപോലും ഇല്ല, ഒരു യോഗം നടത്താൻ ചെറിയ ഹാള് പോലും ഒന്നുമില്ല, ഇരിക്കാനായിട്ട് ഇടമൊന്നുമില്ല. കർത്താവിന്റെ മഹത്വം. യാത്ര ചെയ്യാൻ അന്നത്തെ കാലത്ത് മൃഗസഞ്ചാരമാണല്ലോ, മൃഗത്തിന്റെ പുറത്തായ യാത്ര, വാഹന മൃഗം പോലും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആരും കയറിയിട്ടില്ല, കഴുതയെ കിടക്കുന്ന കാണാം, അതിന്റെ കെട്ടടിക്കണം, ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ പറയണം കർത്താവിന് യാത്ര ചെയ്യാൻ. അപ്പൊ യാത്ര ചെയ്യാൻ വാഹനം സ്വന്തമായിട്ടില്ല, കയറി കിടക്കാൻ ഇടയില്ല. കർത്താവ് അത് കൂടെ കൂടെ പറഞ്ഞല്ലോ, കുറുനരികൾക്ക് കുഴിയുണ്ട്, പിന്നെ പറവജാതിക്ക് ആകാശമുണ്ട്. ആമേൻ സ്തോത്രം. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും ഇടമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളായി യേശുവിന്റെ പുറകെ വന്നാൽ, അപ്പൊ ഇവര് ചിലപ്പോ യോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ ശാപ്പാടില്ല. അതുകൊണ്ട് കൈകെടുക്കാതെ ശിമോന്റെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചത്. വിശപ്പും കാണുമെന്ന് കണ്ടു, കൈകെടുക്കാതെ ഭക്ഷണം കഴിച്ചു, കതിര് പറിച്ചു തിന്നു, വല്ലവരുടെയും വായിലിറങ്ങി കതിര് പറിച്ചു തിന്നു. അങ്ങനെ എല്ലാം ഞെരുക്കങ്ങളാ കൂടുതലും. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ഇവര് യാത്ര ചെയ്യുകയാണ് ആദിമ വിശ്വാസികൾ. അപ്പോൾ അമ്പരചുംബിയായ യെരൂശലേം ദേവാലയം, പുരോഗത വരേണ്യന്മാര്, മഹാപുരോഗതൻ, പിന്നെ ആ പള്ളിയും പള്ളിയുടെ പ്രൗഢികളും കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, ഇതെല്ലാം വിട്ടേച്ചാ ഇവർ യേശുവിന്റെ പുറകെ വന്നത്. ഇവിടെ വന്നപ്പോ ഒന്നുമില്ല, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ല. ഒരു വാക്യം വായിച്ചേ, 4:10. എങ്ങനെയായിരുന്നു ആദിമ സഭയിൽ, ആദിമ കാലയളവില് അപ്പോസ്തല കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവെടുത്തുനിന്ന് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചേ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാര്, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനര്, നിങ്ങൾ ബലവാന്മാർ. ഓടിച്ചു വായിക്കും മോളെ. നിങ്ങൾ ബഹത്തുക്കൾ, ഞങ്ങൾ മഹാഹീനരത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരതാമസം കൂടാതെയും കൂടെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപ്രഭാതം എഴുന്നേറ്റ് സഹിക്കുന്നു. കേട്ടിട്ടും നല്ല വാക്ക് പറയുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ അനുഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ പീഡകളും നിന്ദകളും ആക്ഷേപങ്ങളുമാണ്. ഞെരുക്കവും ബുദ്ധിമുട്ടും, സ്ഥിരവാസം കൂടാതെയും ഉടുക്കാനില്ലാതെയും ഭക്ഷിക്കാനില്ലാതെയും കുടിക്കാനില്ലാതെയും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ആദിമ നൂറ്റാണ്ടില്. അപ്പൊ എബ്രായ വിശ്വാസികൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളും ഉത്സവങ്ങളും ഇതെല്ലാം വിട്ട്, വലിയ പള്ളിയും വിട്ട്, ആ പുരോഹിതന്മാര് കൂറിന്റെ ക്രമത്തിൽ 24 കൂറ്, അബിയാക്കൂറ് മുതൽ സക്കറിയ കൂറ് വരെ ഈ പുരോഹിതന്മാരെ വിട്ട്, ഈ ആഡംബരമെല്ലാം വിട്ട്, അമ്പരചുംബിയായ പള്ളിയെല്ലാം വിട്ടേച്ച യേശുവിന്റെ പുറകെ വന്ന്. ഇവിടെ വന്നപ്പോ ഒന്നുമില്ല. എന്റെ ഭാഷ പറഞ്ഞ വേദപുസ്തകമല്ലാതെ ജന്മസ്ഥലം വഴിയം വെള്ളം ശയ്യാഗൃഹം കൂടാതെ, ജന്മസ്ഥലം വഴിയം വെള്ളം ശയ്യാഗൃഹം ഈ വഴിയാകാര ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നു.
ജീവിയായി നീ ഭൂലോകത്തിൽ സഞ്ചരിച്ചു. മുതലില്ലാതെ തലയായി പാരോ സ്ഥലമില്ലാതെ അരകാശിനും മുതലില്ലാതെ തലയായി പാരും സ്ഥലമില്ലാതെ മുപ്രതിമോ കൊല്ലം വാർത്തലത്തിൽ ലോനി 33 കൊല്ലം വാർത്തലത്തിൽ ലോനി എല്ലായ്പ്പോഴും സന്തോഷമേ എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ശ്രദ്ധിക്കുക, ഇവരിതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നപ്പോൾ ഇവർക്കൊരു ചിന്ത, വിട്ടത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് അബദ്ധമായോ, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ എന്നൊരു ചിന്ത അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ചു ഭാരപ്പെട്ട ദൈവജനത്തെ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പദം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്ന സംശയമൊന്നും വേണ്ട. നിങ്ങളെ ഉപേക്ഷിച്ചതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അബദ്ധം ഒന്നും ആണെന്ന് ചിന്തിക്കരുത്, മണ്ടത്തരമായെന്ന് ചിന്തിക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്തായി എത്തിയിരിക്കുന്നത്. കണ്ണിന് കാണുവാൻ മറ്റേ ഒന്നുമില്ലെങ്കിലും ആത്മാവിന്റെ സന്തോഷവും ആത്മാവിന്റെ ശക്തി അനുഭവിക്കുന്ന ഇടത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യക്ഷമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ല, പക്ഷേ നമ്മൾ നല്ല സമാധാനം അനുഭവിക്കുന്നവരാണ്. അതാ ഇതിന്റെ വിശേഷത. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, ധാരാളം സ്വത്തുള്ള ധാരാളം ആൾക്കാരുണ്ട്, മിക്കതിനും സമാധാനവും സന്തോഷവും ഒന്നും ഇല്ല. ഉത്തരണത്തിന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും. ഇപ്പൊ മൈക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര വീടുമൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല, വലിയ വീടാ, 2-3 നില മാർബിൾ കെട്ടിടങ്ങളാണ്, ഗ്രാനൈറ്റും ഒക്കെ. ഇതൊക്കെ നല്ല കാര്യമാണ്. ഇങ്ങനെ ഞെക്കുമ്പോൾ ഗേറ്റ് തുറക്കുന്നതാണ്. ബെഡ്റൂമിൽ നിന്ന് ഞെക്കുമ്പോൾ ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോ വന്നിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. ചെന്നപ്പം വിളിച്ചു, അച്ഛാ ഗേറ്റ് അടച്ചിട്ടിരിക്കുക, ഇപ്പൊ തുറക്കുമെന്ന് പറഞ്ഞു. അത് കണ്ട് നീക്കുമ്പോ ഇങ്ങനെ എല്ലാം തുറന്നകത്ത് കയറി. ഭയങ്കര വീടാ. അവിടെ അകത്ത് കയറി ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു വെച്ച വിശേഷം എല്ലാം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഒരു സമാധാനവും ഇല്ലെന്ന്. ഞെക്കുന്ന ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്നാരം റോഡ് പണിക്ക് പോകുന്നത് അങ്ക പണി കഴിഞ്ഞേച്ച് 2 കിലോ കപ്പയും മേടിച്ച് മത്തിയായിട്ട് വീട്ടിൽ വന്ന് അതിലിടയിൽ നിന്ന് കറി വെച്ച് കൂട്ടാൻ വെച്ച് കപ്പയും പിഴിഞ്ഞ് ആ പാട്ടും പാടി പ്രാർത്ഥിച്ച് അത് മുഴുവൻ കഴിച്ചേച്ച് ആണ്ട ചെറ്റയാ. ഞെക്കുമ്പോൾ തുറക്കുന്നതല്ല ചേറ്റ. അങ്ങോട്ട് പ്രത്യേകിച്ച് കിടക്കുമ്പോൾ തന്നെ 500-ന്റെ മോട്ടോർ ഫിറ്റ് ചെയ്തോടെ കുറവെന്ന് എന്തോ ഒരു സമാധാനം. അത് കണ്ടിട്ടില്ലേ? അന്നേരം മറ്റേ പുള്ളി തന്നെ ഇരുന്ന് ഞെക്കിക്കൊണ്ടിരിക്കുക. യാതൊരു സമാധാനം. എത്ര എണ്ണത്തിന് എനിക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ മഹത്വം. മിക്കതിന് ഉറക്കം പോലും ഇല്ല. ഈയിടെ ഒരു തള്ള എന്നോട് പറഞ്ഞു ഉറക്കമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കട്ടിലില്ല. അയ്യോ 1.5 ലക്ഷത്തിന്റെ മെത്തയാ, പക്ഷെ കിടക്കാനും മേലെ കിടന്നാവട്ട് അളവന്ന് കസാരെ കുത്തിയിരിക്കുക. എന്നാരാണ്ട് ചണച്ചാക്കിട്ടേച്ച് മേരി കിടന്നല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ? ചണച്ചാക്ക് ഉടനെ ഇങ്ങോട്ട് ഇട്ടേച്ച് തലയണയൊന്നുമില്ല. ഉമ്മ കൈ എന്തോ ഉറക്കമാ. അന്നേരം മറ്റേ തള്ള മറ്റേ നോക്കിയിരുന്ന് ഇങ്ങനെ തിരിക്കുക. എന്റെ നിന്റെ മേളിൽ കിടക്കാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മെത്ത മേടിച്ചിട്ട് വല്ല ഗുണവും ഉണ്ടോ? എത്ര എണ്ണോ ആ സമാധാനമില്ലാതെ. വലിയ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും സമാധാനം ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഫ്രിഡ്ജിനകത്തൊക്കെ ഇഷ്ടംപോലെ സാധനമായി. ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 3 ഫ്രിഡ്ജാണ്. 3 ഫ്രിഡ്ജ്, പിന്നെ 3 എണ്ണം. പക്ഷെ അതിനകത്തിരിക്കുന്ന ഒന്നും ഈ തള്ളക്ക് കഴിക്കാനും 3 കൊടുക്കണ്ടെന്ന് പറയാം. പിന്നെ വരുന്നവർക്ക് എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ പിന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല കാര്യം. ഇവർക്ക് കഴിക്കാൻ മേലിൽ എല്ലാ ഫ്രിഡ്ജിനകത്ത് ദൈവത്തിന് മകൻ
മംഗളദേവദേവന് പ്രതിദിനവും മംഗളദേവദേവന് മംഗളദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവനോ മംഗളദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവനോ പങ്കമില്ലാതവര ഉന്നതനായുലകി പങ്കമില്ലാതവര ഉന്നതനായുലകി എല്ലാം നിറഞ്ഞു മരുവോ പാരാപരന് എല്ലാം നിറഞ്ഞു മരു പാരാപരന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവ മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന് ഓ മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവനോ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു സമാധാനമാണ്. ഈ മാർഗത്തിൽ വന്നല നമുക്ക് സമാധാനം ഉണ്ടായത്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ പലരും ധരിച്ചു വച്ചേക്കുന്നത് വലിയ വീടൊക്കെ പണിതാൽ സമാധാനം ഉണ്ടെന്ന മിക്കതിന്റെ സമാധാനം പോയി. എവിടെ ചെന്നപ്പോഴാണോ ഏതോ ഒരു സ്ത്രീ ആയതിനോട് പറഞ്ഞത്, ഒരു വീട്ടിൽ ചെന്നപ്പോ ഞാൻ ഓർക്കുന്നു, എന്നോടാ പറഞ്ഞത് ഈ നശിച്ച വീട് വെച്ചതാ ഇത്രോ നാശമെന്ന്. എന്നോടാ പറഞ്ഞത്. അതാണ് ഞാൻ ഓർക്കുന്നത്. ഈ നശിച്ച വീട് വെച്ചതാ. കാരണം ഭയങ്കരം വീടാ വെച്ചത്. വീടിന് താഴെയൊക്കെ 5-6 ബെഡ്റൂമും ഒക്കെ ഉണ്ട്. വലിയ വീടാ. അപ്പൊ അവരെന്നോട് പറഞ്ഞതാ ഈ നശിച്ച വീട് വെച്ചതാ ഇത്രയും നാശമായി. അങ്ങനെയുണ്ട്. അപ്പം വലിയ വീട്ടിലൊന്നും വലിയ കഥയില്ല, ചെറിയ വീട്ടിലും കഥയില്ല. ഉള്ള വീട്ടിൽ ദൈവ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് വലുതോ ചെറുതോ ആകട്ടെ. അപ്പോൾ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന വലിയ വീട് പണിയുന്നത് അല്ലെങ്കിൽ വലിയ വണ്ടി മേടിച്ചത്, വസ്തു ഒത്തിരി ഉള്ളത്, ഇതൊക്കെ സമാധാനമുണ്ട്. ഇതൊക്കെ ഉള്ള മിക്കതിനും സമാധാനമില്ല. ലക്ഷം വീട്ടിൽ കിടക്കുന്ന അമ്മയെ മക്കളെ അന്വേഷിക്കും. കിട്ടുന്നത് കൊണ്ട് ആ ഉള്ള സാഹചര്യത്തിൽ അമ്മയെ ശുശ്രൂഷിക്കും. എനിക്കറിയാം, ഉള്ള സാഹചര്യത്തില്. പക്ഷെ മിക്കയിടത്തും വലിയ വലിയ വീടുകളിലെ മാതാപിതാക്കളെ മിക്കവരും ശ്രദ്ധിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ളാം. ഓഹരിയൊക്കെ മേടിക്കും. കിട്ടാനുള്ളതെല്ലാം എല്ലാം നല്ല സൂത്രത്തിലെല്ലാം മേടിക്കും. അവസാനം ഒടുവിൽ അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ ആരുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു പൊട്ടം കാണും, അവനങ്ങ് അന്വേഷിക്കും. പക്ഷെ അവനെ ദൈവം കൈവിടുകയല്ല, അവന്റെ സന്തതിക്ക് ദോഷം വരികയല്ല. അന്വേഷിക്കത്തില്ലെങ്കിലും മരിച്ചു കഴിയുമ്പോൾ എല്ലാം വന്ന് കമ്പിയെ മുട്ടിയിരിക്കുമ്പോൾ നിരന്നിരിക്കുന്നതാണ് അടക്ക സമയത്ത്. അങ്ങനെ കണ്ടിട്ടില്ലേ? വെള്ളം പോലും കൊടുക്കാത്തത്, എന്നാലും ആ ഇരിപ്പൊക്കെ കാണുന്നത് ഭൗര്യമായിട്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ എനിക്കറിയാം. നമുക്ക് ആ ഭാഗം വിട്ടേക്ക് അതൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ എബ്രായ വിശ്വാസികൾക്ക് ഈ വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നമ്മൾ ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് വായിച്ചത്. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. ഞാൻ ഇവിടെ വന്നപ്പോ ഈ വീട് അകത്തോട്ടൊന്ന് കയറി.
വളരെ യോഗ്യമായിട്ട് നന്നായിട്ട് ഇത് ചമച്ചിരിക്കുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ഇതിന്റെ പിന്നിൽ പലരും അധ്വാനിച്ചു എങ്കിലും ഇത് ദൈവത്താൽ നടന്നതാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഏത് ഭവനവും ചമപ്പാൻ ഒരാള് വേണം. ഇന്ന് രാത്രി അല്പം മിനിറ്റുകൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് 3-4 ഭവനത്തെ പറ്റിയാണ്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 3-4 ഭവനം അത് പറഞ്ഞ് ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിർത്താം. സമയം എന്തുവായി? എത്രയായോ? 9 എന്നാ ഇതൊക്കെ പറഞ്ഞാൽ നിർത്താം അല്ലയോ? മഴയാ കുട്ടാലും ആരും പോകുകയല്ലേ. അതാ പെട്ടെന്ന് നടത്താം. അപ്പൊ ഏത് ഭവനവും ചമപ്പാൻ ഒരാള് വേണം. ഈ തിരുവനന്തപുരത്ത് സത്യവേദ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, സമയം പോയല്ലോ. 3-4 ഭവനത്തെ പറ്റി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ഈ ശരീരം ഒരു ഭവനമാണ്, കൂടാരമായ. പത്രോസ് കൊടുത്തിരിക്കുന്നത് എന്റെ ഈ കൂടാരം പൊളിയാൻ അടുത്തിരിക്കുന്നെന്ന്. അപ്പൊ ഈ ശരീരം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു ഭവനമാണ്. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. ഈ ശരീരം മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതൊരു ഭവനമാണ്. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. ഏതാ നമ്മളെ എന്നാൽ ചിലയിടങ്ങളിൽ ചെന്ന് യോഗത്തിന് ചെല്ലുമ്പോൾ ചിലരുടെ നോട്ടോ ഇരിപ്പും കാണുമ്പം ചിലപ്പോ തോന്നാറുണ്ട്, ഡാർവിൻ പറഞ്ഞതാ സത്യമെന്ന്. എപ്പോഴും അല്ല, ചിലപ്പോ എനിക്കിവിടെ അങ്ങനെ തോന്നുന്നില്ല. കാരണം എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു. എനിക്കിടയ്ക്ക് അങ്ങനെ തോന്നൽ വരരുത്, അങ്ങനെ നിങ്ങൾ വരുത്തരുത്. ഇത് കുരങ്ങിൽ രൂപാന്തരപ്പെട്ട് വന്നതല്ല. സ്വർഗത്തിലെ ദൈവം മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ വിടഞ്ഞു. അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂടി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേയിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി ഗാഠത്തിന് വരുത്തി പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഔവായെ സൃഷ്ടിച്ചു. രണ്ടുപേരെ തോട്ടത്തിലാക്കി. അപ്പോൾ ഈ ശരീരം ഒരു ഭവനമാണ്. ഇത് ദൈവമാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഈ ഭവനം അധിക നാള് ഈ ഭൂമിയിൽ പാർക്കാൻ ഒക്കത്തില്ല. ഒരു ദിവസം മരണം വന്ന് പിടികൂടും. ആ മരണത്തിന്റെ തണുത്തകരമെന്ന് തപ്പിക്കടിക്കുമ്പോൾ എതിരൊന്നും പറയാതെ അനുസരിച്ച് കീഴ്പ്പെട്ട് പോയി നോക്കൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ഭവനം, ശരീരമാകുന്ന ഭവനം ദൈവം സൃഷ്ടിച്ചതാണ്. ഇതെന്തിനാ സൃഷ്ടിച്ചത്? ഒറ്റ വാക്ക് പറയാം, ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ഈ ഭവനം മദ്യപാനത്തിനും പുകവലിക്കും ലഹരി പദാർത്ഥത്തിനും മറ്റ് പാപ വഴികൾക്ക് ഉള്ള ഒരു സങ്കേതമല്ല ഈ ഭവനം. ഈ ഭവനം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ശരീരമാകുന്ന ഭവനം, കണ്ണും കയ്യും കാലും സകല അവയവങ്ങൾ കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാകാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ ഈ ലോകത്തിന് അനുരൂപരാകാതെ വേണം നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കാൻ. ഈ ഭവനം ദൈവം തന്ന ഭവനമാണ്. ഈ ശരീരം ഒരു ഭവനമാണ്. പക്ഷെ ഈ ഭവനത്തിൽ ഒത്തിരി പ്രശംസിക്കുക നിലയ്ക്ക് ഒന്നും ചെയ്യരുത്. ആവശ്യമില്ലാത്ത വെച്ചുകെട്ട് ഏച്ചുകെട്ട് ഒന്നും ഈ ഭവനത്തിൽ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവം തന്ന ഭവനം യോഗ്യമായിട്ട് സൂക്ഷിക്കണം. കണ്ടവാനം ഇതിനകത്ത് വെച്ചുകെട്ടൊന്നും, ചില ഭവനമൊക്കെ കണ്ട ഇത് ഭവനം തന്നെയാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. എന്തെല്ലാം കൃത്രിമം കാണിച്ചായി നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തെല്ലാം കൃത്രിമം കാണിച്ചാ നടക്കുന്നത്. ദൈവം തന്നതെല്ലാം അതെല്ലാം വേണ്ടാതീനം കാണിച്ച് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇന്ന് പോകുന്നില്ല. കാരണം നാളെ നിങ്ങൾ ഇവിടെ വരേണ്ടതാണ്. ഇതെല്ലാം കേട്ടേച്ച അവസരമോ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല, വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത കാര്യം. ഇന്നലെ അവധത്തിൽ ഞങ്ങളത് എന്നയാൾ വന്ന അയാൾ എന്തെല്ലാം വിളിച്ച് പറഞ്ഞു, നാളെ അയാൾ വരുന്നുണ്ട്, അങ്ങോട്ട് പോകാതിരിക്കുന്നതാ. നാളെ ഞാൻ വരുന്നില്ല, നിങ്ങൾ ഇനി വന്നാൽ മതി. നാളെ വരാതിരിക്കാനാണ് ഞാൻ ഇന്ന് വന്ന കാര്യം പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ ഒരു കാര്യം, ഈ ശരീരത്തിൽ ഇതൊരു ഭവനമാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത യാതൊരു വെച്ചുകെട്ടും നടത്തരുത്.
ഇത് വളരെ പവിത്രമായി പരിപാവനമായി സൂക്ഷിക്കണം. ഇതിനകത്ത് മദ്യം ഒഴിച്ചു കൊടുക്കരുത്. പുക വലിച്ചകത്തോട്ടും വെളിയിലോട്ട് വന്നും ഊതുകയും ഒന്നും ചെയ്യരുത്. മറ്റ് ലഹരി പദാർത്ഥത്തിനുള്ളതല്ല ഈ ഭവനം. ഈ ഭവനം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ദൈവം നമുക്ക് ആയുസ് നൽകി, ദൈവം നമുക്ക് ആരോഗ്യം നൽകി, ദൈവം നമ്മെ ബലപ്പെടുത്തി, ദൈവം നമ്മെ ഇത്രത്തോളം നിർത്തി. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതിനകത്ത് നിന്ന് ദൈവത്തിന് ഹിതകരമായതേ വരാമോ ഇതിനകത്തിന്നേ. പക്ഷെ ഈ ഭവനത്തിലും അധികം പ്രശംസിക്കരുത്. ഇത് പോകുന്ന ഭവനമാണ്. ഒരു ദിവസം ഈ മണ്ണിനോട് ചേരും. മണ്ണിൽ നിന്ന് എടുത്തതല്ലേ, മണ്ണിലോട്ട് കൊടുക്കും, മണ്ണിന് ചേരും. അപ്പൊ അതിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ഈ ഭവനം നശിക്കുന്നതിന്റെ ലക്ഷണം എന്തുവാ? ലക്ഷണം പോകാറാകുന്നതിന്റെ ലക്ഷണം പറ. അതാ മെയിൻ വിഷയം. സ്തോത്രം. ബദാം വൃക്ഷം പൂക്കും. ഇപ്പൊ പിന്നെ അറിയത്തില്ല ആരുടെയൊക്കെയാ പൂത്തത്, എങ്ങനെയാ പൂത്തിരിക്കുകയാണെന്നതൊന്നും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അറിയത്തില്ല. എന്നാലും നോട്ട് വലിപ്പം കാണുമ്പോൾ അറിയാം പൂത്തതാണ്. അപ്പോൾ ഇതൊക്കെ നരയ്ക്കുമ്പോൾ ഓർക്കണം പോകാറാകുന്നു. കുറച്ചൊക്കെ ഒന്ന് ഈ പഴയ തണ്ടും തൻ്റെയുടെ ഒന്നും ഇല്ല. അതൊക്കെ ഒന്ന് കുറെ സ്തോത്രം. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇത്ര 78 എത്ര അച്ഛൻ 75 78 78 78 ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞു സ്തോത്രം 90-കാരൻ കഴിഞ്ഞ ദിവസം എന്നെ വണ്ടിയെ കൊണ്ടുവച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. റാന്നിയില് 90. ഞാൻ ചോദിച്ചു എങ്ങനെയാ വന്നെ? വണ്ടിയെ ഞാൻ വന്നെന്ന് പറഞ്ഞു. ഞാൻ നോക്കി നിൽക്കാൻ പുള്ളി എന്തോ പോകാൻ പോകുന്ന 90. അപ്പൊ ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ 170 പോകുന്നുണ്ട്. ഇപ്പോഴും നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. സ്തോത്രം. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭവനത്തിലെ ആവശ്യമില്ലാത്തതൊന്നും കേട്ടരുത്. സ്തോത്രം. ഇത് വളരെ പരിപാവനമായി സൂക്ഷിക്കണം. ഇത് പോകാറാകുന്നതിന്റെ ലക്ഷണമാ മുടി നരയ്ക്കുന്നതും ബദാം വൃക്ഷം പൂക്കും തൊള്ളനിടങ്ങുന്നതൊക്കെ രോദനക്കുരു. ചെല്ലു പറയുന്നില്ലേ എന്റെ ഭാഷ ഇനിയും കൊണ്ടുപോകാൻ സ്ഥലം ഇല്ല, പഠിക്കുകയല്ല. ഇനിയിപ്പം സ്തോത്രം എവിടെല്ലാം കൊണ്ടുപോയി ആയുർവേദം നോക്കി ഏക്കുന്നില്ല, പിന്നെ അലോപ്പതി നോക്കി ഏക്കുന്നില്ല, പിന്നെ ഹോമിയോ ഇപ്പം അവിടെ മന്ദിരത്തിലാണ് പോകുന്നത്. ഹോമിയോ അതും അങ്ങോട്ട് ഏക്കുന്നില്ല. ഈയിടെ ഒരാൾ ഞങ്ങളുടെ ബന്ധുക്കാരൻ വന്ന് യൂനാനി കൊള്ളാണ്. യൂനാനി ഇനി എന്നാ ചെയ്താലും ഏക്കത്തില്ല, പോകാറായി. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ദൈവത്തെ വിളിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന സ്തോത്രം. ഈ ശരീരം ആകുന്ന ഭവനം ഇവിടുന്ന് മാറ്റപ്പെടും. അപ്പൊ ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം, ഇത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. രണ്ടാമത്തെ ഭവനം, എനിക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പാർക്കുവാൻ ഇതുപോലെ യോഗ്യമായൊരു ഭവനം ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമാണ്. വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അവരോട് ചോദിച്ചാൽ അറിയും. വീടില്ലാത്തവരോട് ചോദിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് അറിയും. ചെറുതോ വലുതോ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ കയറി കിടക്കരുതോ. പട്ടിണിയാണെങ്കിൽ നമ്മളല്ലേ അറിയുള്ളൂ. മറ്റേത് 1-ാം തീയതി ആകുമ്പം ഓണർ അതിലിങ്ങനെ ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ച് നടക്കുന്നത് കാണാം. നമ്മളേക്ക് എന്നെ ഉപയോഗിച്ച ഞാനിതില്ല പൂവടിക്കാൻ വന്നാണോ? അല്ല പിന്നെ എന്തിനാ അതിന് വന്ന വാടക എന്ത് പറയത്തില്ല. പുള്ളി ഇങ്ങനെ പൂവടിച്ച് ചാഞ്ഞ് കിടന്ന ഓലമടൽ അങ്ങോട്ടൊന്ന് തട്ടി സ്തോത്രം. നമ്മളോടേക്ക് എന്നെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നത് പുള്ളി ഇതൊന്നും തിരക്കാൻ വന്നതല്ല. പിന്നെ എന്തിനായി വരുന്നേ? സ്വന്തമായിട്ടൊരു ഈ ഭൂമിയിൽ വീടുണ്ടെങ്കിൽ വാടക കൊടുക്കണ്ടല്ലോ. ഒത്തിരി ആശ്വാസമാണ്. തന്നെയല്ല ഈ ഭിത്തിക്കൊട്ടൊരു തട്ടോ അല്ലെ എന്തെങ്കിലും വണ്ടി കയറിപ്പോ ഒന്ന് മുട്ടി ഉരുമി പോയാൽ ആരോടും കണക്ക് വാടകയ്ക്കാന്നല്ലോ. എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും അവരൊന്ന് നോക്കുമ്പോൾ മുഴുവൻ കുറ്റമായിരിക്കും. എന്നെ ഈ ചാറ്റിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു ഇല്ലേ? അവിടെ എല്ലാം ചപ്പാണല്ലോ. ഇവൻ താമസിക്കുമ്പം വലിയ ഗീർവനം പോലെ കിടക്കുന്നത്. ഇവൻ താമസിക്കുമ്പം ഗീർവനം പോലെ. എന്നാലും അവര് വന്ന് നോക്കുമ്പം കുറ്റമുണ്ട്. നന്നായിട്ട് വീട് സൂക്ഷിക്കുന്നവരുമുണ്ട്, വീട് നശിപ്പിക്കുന്നവരും രണ്ടു വശമുണ്ട്. സ്തോത്രം. നല്ലതുപോലെ വാടകക്കാരുടെ ഇടപെടുന്ന ആൾക്കാരുമുണ്ട്, മോശമായിട്ട് ഇടപെടുന്നവരും ഉണ്ട്. എല്ലാ ഭാഗത്തും രണ്ടു വശമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ നടുവില് കയറിക്കിടക്കാൻ ഒരു ചെറിയ ഭവനം ലഭിക്കുന്ന വലിയ മഹാഭാഗ്യമാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് അതിന് ദൈവം ഇങ്ങനെ ക്രമീകരണം കൊടുത്തതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വാസോട് ചോദിച്ചു, സ്റ്റെയർ കേസ് കണ്ടു. അപ്പൊ ഞാൻ മേളിൽ എത്ര റൂമുണ്ട് പറഞ്ഞു. മേളിൽ പണിതിട്ടില്ലല്ലോ പറഞ്ഞു. അധികം താമസിക്കാത്തതെല്ലാം പണിതോ? ഇല്ലല്ലോ, ഇല്ല. ഉള്ളത് മതി. ദൈവത്തിന് മഹത്വം. ബാക്കിയെല്ലാം ദൈവം ചെയ്യട്ടെ. വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ ഭവനമില്ലാത്തവരോട് ചോദിക്കുമ്പം ഒക്കെ എന്റെ ബുദ്ധിമുട്ടറിയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട്
എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ പാർക്കാൻ ഇതുപോലെ ഒരു ഭവനം ആവശ്യമാണ്. പിന്നെ ഞാൻ ഈ വീട് വെക്കുന്നവരോടൊക്കെ പറയും, വലിയ വീട് പണിയുന്നതിൽ എനിക്ക് എതിരൊന്നുമില്ല, പക്ഷെ ഉള്ളത് വൃത്തിയാക്കിയിടണം. ചെറുതാന്നേലും കൊള്ളാം, വലുതാന്നേലും കൊള്ളാം, ഉള്ളത് വൃത്തിയാക്കിയിടണം. ഒരു മുറിയേ ഉള്ള മതി, അത് തൂത്തും തുടച്ചും വൃത്തിയാക്കിയിടണം. 2 മുറിയാന്നേലും അങ്ങനെ. ചിലർ ഭയങ്കര വീടൊക്കെ പണിതിടും. ആ പണിതന്നൊരു പെയിന്റ് അടിച്ചതാ, പിന്നെ ഇന്ന് വരെ മുഴുവൻ പച്ച കളറും പായലും ഉമ്മങ്കുരു താഴെ നശിച്ച് കിടക്കുക. ഒത്തിരി വീടുകളെ അറിയാം. ആ കയറി താമസിക്കുന്ന മുഴുവൻ ലൈറ്റ്, മുഴുവൻ മെയിൻ റോഡ് മുതൽ ലൈറ്റ്. നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ 0 ബൾബ് മാത്രം. അതും കൂട്ടിച്ച് നോക്കിയാൽ 0 ബൾബ്. ഒത്തിരി പേരെ എനിക്കറിയാം. വേറൊരു കുടുംബത്തെ എനിക്കറിയാം. അവർ ലൈറ്റ് ഇടത്തില്ല, വീടിനോട് ചേർന്ന പോസ്റ്റിൽ വെട്ടം കണ്ട് വന്നേക്ക് ഇരിക്കുക. ഇരിക്കാൻ പറഞ്ഞതല്ല, 2 പേർ എടുക്കാൻ ചെന്നപ്പോൾ 2 പേരുടെ കുത്തിയിരിക്കാതെ ഇന്നേനെ. ഞാൻ ചോദിച്ചു, കറണ്ട് എന്തിനെ വെട്ടമുണ്ടെന്ന്. പഞ്ചായത്തിന്റെ പോസ്റ്ററിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്, 2 പേരുടെ തന്നെ. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. കാശില്ലാഞ്ഞിട്ടല്ലേ, ഗതികേടൊന്നുമല്ല, എല്ലാം പേർഷ്യയിലും അമേരിക്കയിലും ഒക്കെയാണ് സംഭവമുണ്ട്. അങ്ങനത്തെ ആൾക്കാർ വേറൊരു ഫാമിലി അറിയാം, തിണ്ണയിലിരിക്കുമ്പോൾ തിണ്ണയിൽ കയറുമ്പോൾ ഇത് ഓഫാക്കി വെച്ച് അതല്ല അകത്തോട്ട് കയറി ബെഡ്റൂമിൽ കയറണം, അത് ഓഫാക്കി വെച്ച് ബെഡ്റൂമിൽ ഇടും. ഇങ്ങനെ കിളി കളിച്ച് നടക്കുക. ധാരാളം ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന. എത്ര എണ്ണത്തിനെ അറിയാം. അപ്പം അതെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ഭവനം അത്യാവശ്യമാണ് പാർക്കാൻ, അന്തി ഉറങ്ങാൻ, കർത്താവിന്റെ വരവ് വരെ, മരണം വരെ പാർക്കാൻ ഒരു ഭവനം ആവശ്യമാണ്. അത് ഇല്ലാത്തവരോട് ചോദിക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരും മറ്റുള്ളവരുടെ കൂടെ താമസിക്കുന്നവരും കടത്തന്നെ കിടക്കുന്നവരൊക്കെ ഒത്തിരി പേര്, ധാരാളം ആൾക്കാർ അവരോട് ചോദിക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ചെറുതോ വലുതോ, മുറി കൂടുതലോ കുറവോ അതൊന്നും വല്ല വിഷയം. ഏതാണേലും ഒരു ഭവനം കിട്ടുക എന്നുള്ളത് വലിയ മഹാഭാഗ്യമാണ്, ദൈവം ചെയ്തതാണ്. ആ ഭവനത്തിൽ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. ഞാൻ ദൈവമക്കളോടെല്ലാം പറയും, വീടൊക്കെ ദൈവം തരുന്നതാ. രാവിലെ വൈകിട്ട് പ്രാർത്ഥന മുടങ്ങരുത്. അത് രാവിലെ എഴുന്നേറ്റ്, ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് തമ്പേറടിച്ച് പാട്ട് പാടും. വീട്ടിൽ ആരും പാടുന്നുണ്ടോന്ന് എനിക്ക്, പക്ഷെ ഞാൻ പാടുമ്പോൾ എല്ലാവരും വരും. വന്നില്ലെങ്കിൽ അത് വേറെ വിഷയം. അത് രാവിലെ എഴുന്നേറ്റ് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കണം. ചിലപ്പോൾ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ട് വരുമ്പോൾ എഴുന്നേക്കാൻ ചിലപ്പം ഇച്ചിരി വൈകും. അങ്ങനെ വലിയ ക്ഷീണവും ഇല്ല. നേരത്തെയൊക്കെ വരികയാണെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. ദീർഘദൂരമൊക്കെ കഴിഞ്ഞ് വെളുപ്പിനെ 2 മണിക്കൊക്കെ ആവുന്നെങ്കിലും ഒന്ന് വൈകുമ്പം ചിലപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിയും പിന്നെ എഴുന്നേക്കുമ്പോൾ. എന്നാലും പാട്ട് പാടി പമ്പാറടിച്ച് പാട്ട് പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചേച്ച് ബാക്കി കാര്യമുള്ള. അതിനിടയ്ക്ക് ഗസ്റ്റ് വല്ലതും വന്നിരുന്ന് പ്രാർത്ഥിച്ചോണം, ഇല്ല അവിടെ തുണയിരുന്നോണം. താല്പര്യമുണ്ട് കൂടെ ഇരുന്ന്, അയ്യോ അവര് വന്നെന്നാ പ്രാർത്ഥന നിർത്താം, അവരുടെ പ്രാർത്ഥന കൊടുക്കും. ഇത് കഴിഞ്ഞേച്ചേ ഉള്ളൂ ബാക്കി മുഴുവൻ വിഷു. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റാൽ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലുള്ളവര് പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് കഴിഞ്ഞ് സകല വിഷയത്തിലും ഇടപെടാവൂ. നമ്മുടെ കുടുംബത്തിൽ ആരാധന ഉയരണം. ഈ ഭവനത്തിൽ സന്ധ്യയ്ക്കും അതുപോലെ സഭയുടെ യോഗമില്ലെങ്കിൽ സന്ധ്യയാകുമ്പം പാട്ട് പാടി പ്രാർത്ഥിക്കണം. അതിന് ആ പാട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സന്ധ്യാഗീതങ്ങൾ. അതെന്തിനാ എഴുതിയേക്കുന്നത്? മുതിർപ്പാത്തിനാക്കി പാടാനാണോ? ഉണ്ടെന്നില്ല. സന്ധ്യയ്ക്ക് പാടേണ്ടതാണ്. പണ്ട് കൊച്ചുങ്ങളൊക്കെ പാടുന്നത് സന്ധ്യയായി വിളക്കോ വെച്ചു, കേട്ടിട്ടില്ലേ? പാതിരാത്രിക്കാണ് വിളക്ക് വെക്കുന്നത്. സന്ധ്യയ്ക്ക് പാടുന്നതാണ്. കൂടെ പാർക്കാൻ നേരം വൈകുന്നില്ല, ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ, ഇതൊക്കെ സന്ധ്യയ്ക്ക് പാടേണ്ടതാണ്. ചിലപ്പം ഭർത്താവ് അല്ലെങ്കിൽ അപ്പൻ ജോലിക്ക് പോയിക്കുന്നതായിരിക്കും. സന്ധ്യയാകുമ്പോൾ അമ്മ വീട്ടിലുണ്ട് മക്കളുമായിട്ട് സന്ധ്യയാകുമ്പോൾ പാട്ട് പാടി ആത്മാവിൽ നിറയണം. മറ്റേ കോവൂരെ കുഞ്ഞോളച്ചമ്മ പറയുന്നൊരു സാക്ഷി ഞാൻ എപ്പോഴും ഓർക്കും. കുഞ്ഞോളച്ചമ്മ പറയും, എനിക്ക് വൈകിട്ട് 2 പ്രാർത്ഥനയാണ് പറയും. അതിലൊന്ന് ഒരു കൊച്ചു പ്രാർത്ഥന. പിള്ളേരെല്ലാം പൊടിക്കുഞ്ഞുങ്ങൾ, അവരുമായിട്ടിരുന്ന് അവർക്ക് വേണ്ടിയൊരു പ്രാർത്ഥന. അതൊരു 6 മണിയാകുമ്പോൾ കൊച്ചു പ്രാർത്ഥന. കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി പാട്ടുമൊക്കെ പാടി വചനം പറഞ്ഞ് അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് അവരെ പഠിപ്പിച്ച് അത് കഴിഞ്ഞേച്ച് പിന്നെ മെയിൻ പ്രാർത്ഥനയുണ്ട്, 2 പ്രാർത്ഥന. ഇതൊക്കെ അമ്മമാര് ശീലിപ്പിക്കണം, അമ്മമാര് ചെയ്യണം. നമുക്ക് എങ്ങനെ സന്ധ്യ മുതലേ മൊബൈലിൽ പണിയാ, പിന്നെങ്ങനെ കൊച്ചുങ്ങൾ പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കുക.
വീട് ഉമ്മം കുരുത്ത് പോകുന്നതല്ലാതെ ആ വീട് രക്ഷപ്പെടുകയല്ല. അതേസമയം ഇതെല്ലാം മാറ്റി വെച്ച് സന്ധ്യയാകുമ്പോൾ ദൈവത്തെ വിളിച്ചാൽ, പണ്ടൊക്കെ ഹൈന്ദവരുടെ വീടിന്റെ വാതിലെ കൂടെ പോകുമ്പോൾ നാമം ജപിക്കുന്ന കേൾക്കാം. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിച്ചുകൊണ്ട്, സന്ധ്യയാകുമ്പോൾ ഒരു വിളക്ക് കത്തിക്കും, വിളക്ക് കത്തിച്ച് വെച്ച് നാമം ജപിക്കും. സന്ധ്യനാമം എന്നാണ് പറഞ്ഞത്, സന്ധ്യനാമം. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഹൈന്ദവ പശ്ചാത്തലം ഞങ്ങൾ അങ്ങനെയായിരുന്നു. സന്ധ്യാനാമം വിളക്ക് കത്തിക്കും, നാമം ജപിക്കും. സന്ധ്യക്ക് അതിനാ സന്ധ്യാനാമം ചൊല്ലും. എന്നിട്ട് രണ്ടുപേരെയൊക്കെ ചൊല്ലിയ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തിൽ പോകുന്നു, നാമം ജപിക്കും സന്ധ്യക്ക്. അപ്പൊ സന്ധ്യയാകുമ്പോൾ ഇത് അത്യാവശ്യമായിട്ട് ചെയ്യണം, ദൈവത്തെ വിളിക്കണം. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ, ഭവനത്തിൽ പ്രാർത്ഥന ആരാധന ഉയരണം. ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം. രണ്ടാമത്തെ ഭവനം മഞ്ഞും വെയിലും മഴയും ശീതവും ഉഷ്ണവും ഏശാതിരിക്കാൻ ഇതുപോലൊരു ഭവനം ആവശ്യമാണ്. ഈ ഭവനം നിലനിൽക്കുന്നതല്ല. ലത്തൂരിലെ ഭൂകമ്പവും ഒക്കെ നിങ്ങൾ അറിയാമല്ലോ. ഇത് സ്ഥിരമുള്ളതല്ല, ഇതിൽ പ്രശംസിക്കരുത്. വളരെ സങ്കടകരമായ കാര്യമുണ്ട്. പേപ്പറൊക്കെ വായിക്കുമ്പോഴും അല്ലാതെ വാർത്തയില് കടൽത്തീരത്തൊക്കെ നമ്മൾ ഇവിടെ ശാന്തമായിട്ട് സൗഖ്യമായിട്ടിരിക്കുന്നു. കടൽത്തീരത്ത് എത്ര വീടുകളാ കടൽത്തീര എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് മനോദുഃഖമാണ്. അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ച് വെച്ച വീടുകളാ കടലെടുത്തുകൊണ്ട് പോവുക. വല്ലതും പറയാൻ പറ്റുമോ, എതിർക്കാൻ പറ്റുമോ? എന്ത് മനോദുഃഖത്തോടാ. ഉരുളുപൊട്ടിയ സമയത്തൊക്കെ കണ്ടില്ലേ എത്ര വീടുകളാണ് നശിച്ചത്. അപ്പൊ ഇതൊന്നും സ്ഥിരമുള്ളതല്ല, ഇതിലൊന്നും പ്രശംസിക്കരുത്. ഇതിനകത്ത് പാർക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പൊ രണ്ടാമത്തെ ഭവനം ഈ ഭവനമാണ്. മൂന്നാമത്തെ ഭവനം ഈ ഭവനത്തിൽ ജീവിച്ച് ഒടുങ്ങുകയല്ല ദൈവത്തിന്റെ ഇഷ്ടം. മൂന്നാമത് ഒരു ഭവനത്തിൽ വരണം, ഞാനും നിങ്ങളും സകലരും. ആ ഭവനം മറ്റൊന്നുമല്ല, ദൈവസഭയാകുന്ന ഭവനം. ദൈവത്തിന്റെ സഭ ഒരു ഭവനമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരത്രേ, അങ്ങനെ പൗലോസ് കൊടുത്തിരിക്കുന്നത്. ആ ഭവനത്തിൽ എല്ലാവരും വന്നു ചേരണം. അതിന് ചേരാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരു